രാവിലെ എഴുതിച്ചപ്പോൾ തന്നെ നല്ല മഴ. കുറേ നാളുകൊണ്ട് വണ്ടി കഴുകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ അവസ്ഥ എന്താ, കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇന്ന് ക്ലച്ച് ലിവർ മാറണം, അത് വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായി. എന്നെക്കൊണ്ട് തന്നെ മാറ്റാൻ പറ്റണില്ല, അതുകൊണ്ടാണ് മാറ്റാത്ത. പിന്നെ ബ്രേക്ക് ലിവർ ഞാൻ തന്നെ മാറിയായിരുന്നു. പിന്നെ വണ്ടി കഴുകണം, പിന്നെ നമ്മളെ സിന്ന് പോയി നോക്കണം എന്തരായെന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആദ്യം വണ്ടി കഴുകണം. വണ്ടി കഴുകിയിട്ട് അതിൻ്റെ ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ക്ലച്ച് ലിവർ മാറണം. അതെന്നെ കൊണ്ട് മാറത്തില്ല, കടയിൽ കൊണ്ടുപോയി മാറാൻ പറ്റത്തുള്ളൂ. ഷോറൂമിൽ വിളിച്ച് ചോദിച്ചപ്പം മാറാനായിട്ട് തന്നെ 300 രൂപ 400 രൂപ എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ തന്നെ മാറാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ കടയിൽ കൊണ്ടുപോയി മാറും. എന്തായാലും വണ്ടി കഴുകിയിട്ട് ബാക്കി വീഡിയോയുടെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ലേക്കറോളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വണ്ടി കഴുകാനായിട്ട് പോവുകയാണ്. പിന്നെ വണ്ടിയൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ക്ലച്ചിൽ ഇവിടെ മാറാം. അപ്പം അതിൻ്റെ ടൂൾസൊന്നുമില്ല, അയാൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വണ്ടി കഴുകിയിട്ട് ഇതൊക്കെ വയ്ക്കണം. ഇതിൻ്റെ ഏകദേശം ഈ ഒരു ബ്രേക്ക് ലിവറിന് മാത്രമേ 7000 രൂപ വില വരുന്നുണ്ട്. പിന്നെ ഇതിനും അതേപോലെ തന്നെ ഇതിന് 3000 കണ്ട ഉണ്ട്. എൻ്റെ 2 ഒടിഞ്ഞായിരുന്നു. വണ്ടി കഴുകിട്ട് ജീവിതം വെള്ളമൊക്കെ അടിച്ച് എന്നിട്ടും അഴുക്കൊന്നും പോണേന്നുമില്ല. ലേക്ക് റോളിട്ടൊന്ന് കഴുകി നോക്കാം. നല്ല അഴുക്കുണ്ട്, കഴുകിയിട്ട് കുറേ നാളായി. പിന്നെ ഒന്നാമത്തെ കാര്യം മഴയും കൂടെയാണ്. ഇവിടെയൊക്കെ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെയിൻ ലൂബ് ചെയ്യാനുള്ള സമയം അങ്ങേറ്റം കഴിഞ്ഞ് നല്ല തുരുമ്പൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി അങ്ങനെ എടുപ്പില്ല, എന്നാലും ഇപ്പോൾ കഴുകാൻ തോന്നി. എന്നാലും മഴ പെയ്യണം, നല്ല മഴ ഉണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നീറ്റും കഴുകാൻ വേണ്ടിയുള്ളതിലാണ്. വെള്ളം അടിച്ചിട്ടൊന്നും പോണില്ല. കുറേ അടിച്ച് നോക്കി, എന്നിട്ടും ചെളിയൊന്നും പോണില്ല, എല്ലാം ഉണങ്ങിയിരിക്കുക. അപ്പോൾ ഒന്ന് ലേക്ക് റോളിട്ടൊന്ന് പിടിച്ച് നോക്കിയിട്ട് ഒന്നും കൂടെ കഴുകാം. 2 തവണയിലും കഴുകിയാൽ ഇത്തിരിയെങ്കിലും വൃത്തിയാകത്തുള്ളൂ. വീണ്ടും ഒന്നും കൂടെ ലേക്ക് റോളൊക്കെ ഇട്ട് ഒന്നുകൂടെ പതപ്പിച്ച്, അപ്പോൾ ഇത്തിരിയൊക്കെ വൃത്തിയായി. എന്നാലും നാണ്ടെ ഇവിടെയൊക്കെയാണ് ഇതായിട്ടിരിക്കുന്നത്. ഇത് പിന്നെ എൻജിൻ ബഫ് ചെയ്യാണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് നല്ല തുരുമ്പായി, അതൊക്കെ തുടച്ചാൽ പോകുമായിരിക്കണം. പിന്നെ ഇവിടുത്തെ പൂച്ചകൾ സീറ്റ് കുത്തി കീറി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി എടുക്കാറില്ലായിരുന്നു, കുറച്ചാൾ എടുക്കാതിരിക്കുമ്പോൾ വണ്ടി അങ്ങ് വാഴിപ്പോയി. പിന്നെ ഇവിടെ തുരുമ്പായി, അതൊക്കെ സ്വാഭാവികമായിട്ട് ആവണത് തന്നെ. അതൊക്കെ എല്ലാ GT പറഞ്ഞത്. പിന്നെ അടിയിലത്തെ സംഗാഡിലാണ് ഫുള്ള് ചെളി. അത് എത്ര കഴുകിയിട്ട് അത് പോകണില്ല. പിന്നെ അതുപോലെ ബ്രഷ് എങ്ങനെയായിട്ട് പിടിച്ചാലേ അതിന് പോകണമെന്നാണ്. ഒരുവിധം വൃത്തിയായിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ വൃത്തിയാവാനുണ്ടായിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ വരണില്ല. പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത. നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീസൽ മേടിച്ച് ചെയിനും കഴുകി ഒരു ചെറിയ ലൂബ് മേടിച്ച് ലൂബും ചെയ്യണം. ചെയിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, നല്ല സീനായിട്ടിരിക്കും. പിന്നെ ഉള്ള പണിയെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ടയറിൽ ഇനി ഒന്നുമില്ല, കണ്ണാടി പോലെ അതും തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മളാ ബ്രേക്ക് പാഡും ഫുള്ള് തീർന്നിരിക്കുകയാണ്. ബാക്ക് വലിയ സീനില്ല. പിന്നെ നമ്മളാ കോഡ് 6 സെയിൽ ചെയ്ത്, റെഡ് റൂസ്റ്റർ വീട്ടിൽ തന്നെ ഉണ്ട്. അതിപ്പോൾ തൽക്കാലം കൊടുക്കണില്ല. കോഡ് 6 കൊടുത്തു. ഇനി ഒന്ന് തുടയ്ക്കണം വണ്ടി ഫുള്ള്. തുടച്ചിട്ട് മറ്റേ പോളിഷ് ചെയ്യണ ക്രീം ഇട്ടൊന്ന് നമ്മളൊന്ന് പിടിച്ച് സെറ്റാക്കി അങ്ങ് വയ്ക്കാം. ഇവനും കൂടെ വന്ന് നമ്മൾ ക്ലച്ച് അഴിക്കാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാണ് അഴിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ അഴിക്കണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ നട്ട് ആദ്യം അഴിക്കണം. അത് ഇളക്കാൻ ഒരു പാടുമില്ല. നോക്കട്ടെ, ഇങ്ങനത്തെ നട്ട് ഇവിടെ ഇതാണ്, ഇത് അഴിക്കാൻ ഒരു പാടുമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ലൂസാക്കിയിട്ട് ഇതിൻ്റെ അകത്ത കേബിൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇളക്കണം. ഞാൻ ഇളക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. സാധനം പിടികിട്ടിയെന്നൊക്കെയാണ് പറയണത്. ഇപ്പോൾ കാണാം നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ. അത് ഇവിടെ ലൂസാക്കണം. ഇതാണ് അതിൻ്റെ പോയിൻ്റ്. ഇത് മാറാൻ പാടില്ല. ഇത് മാത്രം ലൂസ് ചെയ്തിട്ട് പിന്നെ ഈ സാധനം തിരിച്ച് ഇതിൻ്റെ അകത്ത് നിന്ന് ഊരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഊരിയങ്ങ് എടുത്താൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നമ്മൾ ഒടിഞ്ഞ ക്ലച്ച് ലിവറാണ്. ഇതാണ് മാറാൻ പോണ. ബ്രേക്ക് ലിവർ കുറച്ച് ദിവസം മുമ്പ് മാറിയായിരുന്നു. ബ്രേക്ക് ലിവറിന് ഏകദേശം 7000 രൂപ വില വരും. പിന്നെ ഇതിനും ഏകദേശം ഒരു 3000-ന് വെളിയിൽ വില ഉണ്ട്. രണ്ടും കൂടെ വാങ്ങണമെങ്കിൽ 10-ന് വെളിയിലാവും. പിന്നെ ലേബർ ചാർജ് 1000 രൂപ ലേബർ ചാർജ് ആവും. ഇത്ര മാറുന്നതിനാണ് 1000 രൂപ ലേബർ ചാർജ് ഷോറൂമിൽ. അപ്പോൾ പുതിയത് എടുത്തിട്ട് വരാം. ഇത് രണ്ടുമാണ് മാറിയത്. ഇത് രണ്ടും ഒടിഞ്ഞിരിക്കുകയായിരുന്നു.
ഇത് രണ്ടും ബ്രെംബോര സാധനമാണ്, അതുകൊണ്ടാണ് ഇത്ര വില പറഞ്ഞത്. പക്ഷേ വീണപ്പോഴേ ഒടിഞ്ഞ്, വണ്ടി ചെറുതായിട്ടൊന്നും ചരിഞ്ഞ്, അങ്ങനെ വീണതൊന്നുമില്ല, വണ്ടി ചരിഞ്ഞ് തറയിൽ വെച്ചപ്പോഴേ അത് ഒടിഞ്ഞു. 1000 രൂപയ്ക്ക് ഷോറൂമിൽ കൊണ്ടുപോയുള്ള ചെളി ചെളിയെന്ന് പണി 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തു. നമ്മളാണ്ട് ബ്രേക്ക് ലിവർ സെറ്റാക്കി, ക്ലച്ച് നല്ല പഞ്ഞി കണക്കാക്കി നമ്മൾ സെറ്റാക്കിയത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ അതെ ഇതഴിച്ച് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ അതെന്തായാലും കുറേ സാധനം കാണും, ഇതുവരെ അഴിച്ച് നോക്കിയിട്ടില്ല, അപ്പോൾ അത് അഴിക്കണം. അതുകൊണ്ട് അത് ഊരാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഗിയർ ഊരിയാലേ അത് ഊരാൻ പറ്റത്തുള്ളൂ. ഗിയർ ഊരാൻ അതിൻ്റെ പിരി പോയി നെട്ടിൻ്റെ, അപ്പോൾ അതെന്തായാലും നടക്കില്ല. നമുക്കിനി വേറെ അതിൻ്റെ ഊരാൻ പറ്റുമെന്ന് നോക്കാം. എഞ്ചിൻ ഊരിയാല എന്ത് പറയുക. അയ്യോ, ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് എനിക്കൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ വന്ന് ഇവിടെ കേശവദാസരത്തുള്ള ചിച്ചി എന്ന് പറയുന്ന ഒരു കടയിലാണ് വന്നത്. ഞാൻ നേരത്തെ കാണിച്ച 3 ഷർട്ടും എടുത്ത്, പിന്നെ വേറെ 2 പാൻറ്റും എടുത്ത് നമ്മൾ ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പം നമ്മൾ ആ ഡ്രസ്സ് എടുക്കുകയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ശാന്തിരിയിലൊന്ന് കഴിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് നാളെ വരാം. നാളെ ഞായറാഴ്ചയില്ലേ, അപ്പം എന്തുവാ പെയിൻ്റ് അടിക്കണ കാര്യമൊന്നും പോയി നോക്കത്തില്ല. അപ്പം ഓക്കെ, ബൈ.